ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് ട്രക്കിംഗ് പാതയിൽ മണ്ണിടിഞ്ഞു വീണ് അപകടം. 2 തീർത്ഥാടകർ മരിച്ചു. ഒരാളെ കാണാനില്ലെന്നും 3 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയെന്നും പോലീസ് അറിയിച്ചു. പരിക്കേറ്റവരെ ഗൗരികുണ്ട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അവിടെ കാലാവസ്ഥ വളരെ മോശമാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്? ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് ട്രക്കിംഗ് പാതയിൽ രുദ്രപ്രയാഗ് ജില്ലയിലെയും ജംഗിൾ ജാട്ടി ഘാട്ടിന് സമീപമാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നു. ഈ ട്രക്കിംഗ് പാതയ്ക്ക് മുകളിൽ നിന്ന് വലിയ പാറക്കെട്ടുകളും മണ്ണും ഈ താഴേക്ക് ഇടിച്ചു വീഴുകയായിരുന്നു. ഇതിലാണ് 2 തീർത്ഥാടകർ മരിക്കുകയും ഒരാളെ കാണാനില്ല എന്നാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിട്ടുള്ളത്. മുകളിൽ നിന്ന് വലിയ പാറക്കെട്ടുകളും മണ്ണും പതിച്ചതോടുകൂടിയാണ് തീർത്ഥാടകർക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത്. മേഖലയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളും ചേർന്നുകൊണ്ടാണ് രക്ഷാദൗത്യം നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം 2 തീർത്ഥാടകർ മരിച്ചിട്ടുണ്ട്, ഒരാളെ കാണാനില്ല. 3 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 പുരുഷന്മാരുടെ നില അതീവ ഗുരുതരമാണ്. അവരെയാണ് ഗൗരികുണ്ട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. പരിക്കേറ്റ മറ്റൊരാളുടെ നില അല്ലെങ്കിൽ ആ പരിക്ക് നിസ്സാരമാണ് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. കാരണം ഒരാളെ കണ്ടെത്താനുണ്ട്. ഈ മണ്ണിനടിയിൽ ആൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന തുടരുകയാണ്. നീലിമ. ജിഷ്ണു, വലിയ മണ്ണിടിച്ചിലാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒട്ടേറെ തീർത്ഥാടകർ കടന്നുപോകുന്ന പാതയാണ്. 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ലഭ്യമാണോ? അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ അല്പസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരാളെ മാത്രമാണ് കാണാതായിട്ടുള്ളത്. 3 പേർക്ക് പരിക്കുകളോടെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേദാർനാഥിലേക്ക് പോകുന്ന ട്രക്കിംഗ് പാതയിൽ മുകൾ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തതുകൊണ്ട് തന്നെയും മണ്ണ് ഇടിയുകയും അതോടൊപ്പം പാറക്കെട്ടുകളും താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണമായിട്ടുള്ളത്. അപകടം നടന്ന ഉടൻ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും എല്ലാം സ്ഥലത്തെത്തിക്കൊണ്ടാണ് രക്ഷാദൗത്യം നടത്തിയിട്ടുള്ളത്. അതിൽ പരിക്കേറ്റ 3 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരാളെ മാത്രമാണ് കാണാതായിട്ടുള്ളത്. അയാളെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ തുടരുകയാണ്. നിലിമ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.